കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസം വലിയൊരു കാറ്റായി, കൊടുങ്കാറ്റായി ആഞ്ഞു വീശിയൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയപരമായി, ഞാൻ പറയുന്ന കമ്മ്യൂണിസം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ ദൈവത്തിൻ്റെ വരദാനമായി കാണുന്ന ഒരു മന്ത്രി അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസമല്ല. സാക്ഷാൽ ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ നിരീശ്വരത്വത്തെ തന്നെ സ്പോൺസർ ചെയ്തിരുന്ന ശക്തമായി കേരളീയ സമൂഹത്തിൽ അഥവാ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പുഷ്കലമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ തന്നെ മികവിൽ കേരളീയ സമൂഹത്തിൽ സാധാരണക്കാർക്കിടയിൽ കമ്മ്യൂണിസം കടന്നു കയറിയ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ആശയ അടിത്തറകളിൽ നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സാധിച്ചിരുന്നു. ഇങ്ങനെ നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അതത് കാലഘട്ടത്തിലെ ദർശനങ്ങളോട്, ആശയങ്ങളോട് സക്രിയമായി ഇടപെടുകയും ഭാവിയെ രൂപപ്പെടുത്തുന്നിടത്ത് വളരെ ക്രിയാത്മകമായ പങ്ക് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടാണ് SIOവും അതിൻ്റെ മാതൃപ്രസ്ഥാനമായ ഇസ്ലാമിക പ്രസ്ഥാനവും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അക്കാഡമിക് കോൺഫറൻസ് എന്ന് പറയുന്നത് കേവലം ഒരു അക്കാദമിക് വ്യവഹാരമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ടാവും. കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടു കൂടിയുള്ള ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ SIOവിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒരു സൊസൈറ്റിയെ മാറ്റിയെടുക്കുന്നിടത്ത്, സോഷ്യൽ ചേഞ്ച് ആഗ്രഹിക്കുന്നിടത്ത്, ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളൊക്കെ പറയാറുള്ളത് പോലെ സെക്കുലറാനന്തര, കൊളോണിയലാനന്തര ഒരു യുഗത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ കൊളോണിയലിസത്തിൻ്റെ പൊതുബോധം പേറുന്ന, അതുപോലെ തന്നെ യൂറോ കേന്ദ്രീകൃതമായ മേധാവിത്വ മനസ്സ് വെച്ചു പുലർത്തുന്ന എല്ലാ സംവിധാനങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശയപരമായ ഇടപെടലാണ് ഡി കോൺകിസ്റ്റ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുന്നത് ആധുനിക യുഗത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുന്ന ഘട്ടത്തിലും ആധുനിക ദർശനങ്ങളെ നിരൂപണം ചെയ്തും വിശകലനം ചെയ്തും അതുപോലെ തന്നെ മൗലികമായി അതിൻ്റെ നിലപാട് സ്വീകരിച്ചും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സെക്യുലറിസത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, നാഷണലിസത്തെക്കുറിച്ച്, കമ്മ്യൂണിസത്തെക്കുറിച്ച്, ക്യാപിറ്റലിസത്തെക്കുറിച്ച് വളരെ മൗലികമായ നിലപാട് ആ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാം അവതരണം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്, ആധുനികതയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്, മതത്തിന് മുമ്പിൽ ആധുനികത സൃഷ്ടിച്ച ബൈനറിയെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ്, അത്തരത്തിലുള്ള തിട്ടൂരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സയ്യിദ് മൗദൂദി ഇസ്ലാമിൻ്റെ പൊതുമണ്ഡലത്തിലുള്ള സാന്നിധ്യത്തെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും സമൂഹത്തോട് സംസാരിച്ചു തുടങ്ങിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അപകോളനീകരണ ചിന്തയെ ആദ്യം ഉയർത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, സയ്യിദ് മൗദൂദിയിൽ നിന്ന് തന്നെ അപകോളനീകരണ ചിന്തക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്, അതിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 1492 അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിന് ശേഷം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യൂറോ കേന്ദ്രീകൃതമായ ശുദ്ധവംശീയതയിൽ അധിഷ്ഠിതമായ ഒരു ശക്തി രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നത്, ലോകത്ത് രൂപപ്പെട്ടു വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരു സന്ദർഭമാണത്. ഒരു ഭാഗത്ത് സ്പെയിനിൻ്റെ തകർച്ച നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്, മറുഭാഗത്ത് 1498 ഇങ്ങോട്ട് വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. 3-ാം ലോക രാജ്യങ്ങളിലേക്ക് വാസ്കോ ഡ ഗാമ കാലുകുത്തുന്നുണ്ട്. അതേസമയം തന്നെ ഏതാണ്ട് കൊളംബസ് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയെ കണ്ടെത്തുക എന്ന സ്വഭാവത്തിൽ ആ തീരത്ത് വാസ്കോ ഡ ഗാമയെ പോലെ തന്നെ കൊളംബസ് കാലുകുത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്, സ്പെയിനിൻ്റെ തകർച്ചയോടുകൂടിയാണ് ഈ അർത്ഥത്തിലുള്ള ഒരു വംശീയതയിൽ അധിഷ്ഠിതമായ യൂറോ കേന്ദ്രീകൃതമായ ഒരു മേധാവിത്വം ലോകത്ത് രൂപപ്പെട്ടു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം എന്ന് അതിനെ പേരിട്ട് വിളിക്കുമ്പോഴും ആ നവോത്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ്, സ്പെയിനിൻ്റെ തകർച്ച ആ രാജ്യത്ത് സംഭവിക്കുന്നതിന് മുമ്പ് സ്പെയിൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നവോത്ഥാനാനന്തര, അതല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ റിനൈൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂറോ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ ക്രമം വരുന്നതിന് മുമ്പ് അതിനേക്കാൾ മെച്ചപ്പെട്ട സഹവർത്തിത്വവും സാഹോദര്യവും അതുപോലെ തന്നെ പങ്കുവെപ്പും വ്യത്യസ്തമായ വൈവിധ്യങ്ങളും നിലനിന്നിരുന്ന ഒരു ലോകക്രമമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. സ്പെയിൻ തന്നെ രൂപപ്പെടുത്തിയെടുത്തത്
അത്തരത്തിലുള്ള ഒരു സമൂഹത്തെയായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ സ്പെയിനിനെ തകർത്തത് ഏത് വിധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയുള്ള എല്ലാ വൈവിധ്യങ്ങളെയും തകർത്തു. അതുപോലെ തന്നെ ആക്രമണത്തിലൂടെയാണ് സ്പെയിനിനെ തങ്ങളുടെ കാൽച്ചുവട്ടിൻ കീഴിലേക്ക് ഈ ശക്തികൾ കൊണ്ടുവരുന്നത്. മാത്രമല്ല, അവരുടെ മുമ്പിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നുകിൽ ക്രിസ്ത്യാനികളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട് വിട്ടു പോകാം. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ജൂതന്മാരവിടെ താമസിച്ചിരുന്നു, ക്രിസ്ത്യാനികൾ അവിടെ താമസിച്ചിരുന്നു, മുസ്ലിങ്ങൾ താമസിച്ചിരുന്നു. അവരെല്ലാവരും ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു നാഗരിക ക്രമം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹ്യ ക്രമം അവിടെ ഉണ്ടായിരുന്നു. ആ സാമൂഹ്യ ക്രമത്തെ തകർത്തുകൊണ്ടാണ്, ആ നാഗരിക ക്രമത്തെ തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് നമ്മൾ ഓമര പേരിട്ട് വിളിക്കുന്ന യൂറോ കേന്ദ്രീകൃതമായ ഒരു മേധാവിത്വ ശക്തി ലോകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ദേശങ്ങളിൽ നിന്ന്, സ്പെയിനിൽ നിന്നുൾപ്പെടെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് ക്രൈസ്തവർ പുറന്തള്ളിയ ആ കാലഘട്ടത്തിലെ ജൂത സമൂഹത്തെ അന്ന് സ്വീകരിച്ചത്, അവർക്ക് അന്ന് ആതിഥേയത്വം കൊടുത്തത് ഓട്ടോമൻ രാജ്യങ്ങളായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. ഓട്ടോമൻ രാജ്യങ്ങൾ അന്ന് ജൂതന്മാരോട് കാണിച്ച സഹൃദയത്വത്തിൻ്റെയും ആതിഥേയത്വത്തിൻ്റെയും പരിണിത ഫലമാണ് ഇന്ന് ഫലസ്തീനിൽ ഒരു ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അധിനിവേശവും വംശഹത്യയും എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത്, ഗസ എന്ന് പറയുന്നത്, ഡീകോൺക്വിസ്റ്റ് നടക്കുന്ന ഈ വേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, ഈ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ, ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമേജാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധാനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യൂറോ കേന്ദ്രീകൃതമായ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. വൈജ്ഞാനിക ഹിംസയിലൂടെയാണ്, നമുക്കറിയാം, അറിവിലൂടെയാണ്. എന്തുകൊണ്ടാണ് SIO ഇന്ന് ഈ അർത്ഥത്തിലുള്ള വൈജ്ഞാനികമായ ഇടപെടലുകൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ലോകത്ത് യൂറോപ്പ്, ശുദ്ധ വംശീയതയിൽ അധിഷ്ഠിതമായ യൂറോപ്പ് ആധിപത്യം നേടിയെടുക്കുന്നത് വൈജ്ഞാനികമായ മേൽക്കൈയിൽ കൂടിയാണ്. ആ വൈജ്ഞാനികമായ മേൽക്കൈ എന്ന് പറയുന്നത്, ആ അറിവ് എന്ന് പറയുന്നത്, ആ അറിവിൽ നിന്ന് അവർ രൂപപ്പെടുത്തിയെടുത്ത അധികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ രൂപപ്പെടുത്തിയെടുത്ത അറിവല്ല. ഒരു ജനതയിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന്, അവരുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് അവർ കവർന്നെടുത്ത, യൂറോപ്പ് കവർന്നെടുത്ത, പാശ്ചാത്യർ കവർന്നെടുത്ത് സ്വന്തമാക്കിയ അറിവിൻ്റെ പിൻബലത്തിലാണ് അവർ മേധാവിത്വവും അവരുടെ ആധിപത്യവും അവരുടെ അധികാരവും രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ചരിത്രത്തിൻ്റെ പിതൃത്വം നമ്മൾ ഡാങ്കേക്കും ഹെഗലിനും വകവെച്ചു കൊടുക്കുമ്പോൾ, ഡാങ്കേക്കും ഹെഗലിനും മുമ്പ് 400 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ മുഖദ്ദിമ രചിച്ചിട്ടുണ്ടായിരുന്നു എന്നത് വിസ്മരിക്കപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇബ്നു സീനയും അതുപോലെ തന്നെ ജാബിർ ബിൻ ഹയാനും അബുൽ ഖാസിമുമെല്ലാം നമ്മുടെ രാജ്യത്ത്, ലോകത്ത് അലോപ്പതിയുമായി ബന്ധപ്പെട്ടും സർജറിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് രാജ്യത്ത് മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രയോജനപ്രദമായ വിജ്ഞാനങ്ങൾക്ക് അടിത്തറവാകിയിരുന്നു എന്നത് വിസ്മരിക്കപ്പെടുന്ന സത്യമാണ്. അപ്പോൾ വൈജ്ഞാനികമായ അഹിംസയിലൂടെയാണ്, കവർച്ചയിലൂടെയാണ് യൂറോപ്പ് യഥാർത്ഥത്തിൽ അധികാരവും ആധിപത്യവും നേടുന്നതിനുള്ള അറിവാർജിച്ചത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. യൂറോപ്പിൻ്റെ വൈജ്ഞാനികമായ ഹിംസയ്ക്ക് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് മുസ്ലിങ്ങളായിരുന്നു, അതുപോലെ തന്നെ അറബികളായിരുന്നു എന്നുകൂടി നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയുള്ള ആ കോളനി വാഴ്ച, ഒരു പക്ഷേ അതിൻ്റെ സ്ട്രക്ചേർഡായ കോളനി വാഴ്ച അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന ഈ കാലഘട്ടത്തിലും ആ കൊളോണിയൽ ശക്തികളുടെ ആ യൂറോ കേന്ദ്രീകൃതമായ വംശീയമായ പൊതുബോധം അതുതന്നെയാണ് ഇന്നും ലോകത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഡീകോൺക്വിസ്റ്റ് പ്രസക്തമാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റീകോൺക്വിസ്റ്റയിലൂടെ രൂപപ്പെടുത്തിയെടുത്ത അത്യന്തം അപകടകരമായ, അങ്ങേയറ്റം വംശീയമായ, അങ്ങേയറ്റം ഏകപക്ഷീയമായ, വൈവിധ്യങ്ങൾ അംഗീകരിക്കാത്ത, മനുഷ്യ മഹത്വത്തെ പരിഗണിക്കാത്ത യൂറോപ്പിൻ്റെ ആ മേധാവിത്വ പൊതുബോധം ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ സ്റ്റേറ്റ് സ്ട്രക്ചറിനകത്ത് നമുക്കത് കാണാം, നമ്മുടെ അക്കാഡമിക്കിൽ നമുക്കത് കാണാം, മാധ്യമങ്ങളിൽ നമുക്കത് കാണാം, ജനപ്രിയ
സംസ്കാരങ്ങളിൽ നമുക്കത് കാണാം, ഭാഷയിൽ നമുക്കത് കാണാം. രാജ്യത്തെ വ്യത്യസ്ത ഭാഷകൾ അംഗീകരിക്കാത്ത, ദേശവും ജാതിയും ലിംഗം തുടങ്ങിയുള്ള വൈവിധ്യങ്ങളെ നിരാകരിക്കുന്ന ഏകപക്ഷീയമായ ആ മേധാവിത്വ ശക്തിയെയാണ് യഥാർത്ഥത്തിൽ ഡീകോൺക്വിസ്റ്റയിലൂടെ വളരെ വൈജ്ഞാനികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് SIU ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലും അതിൻ്റെ വകഭേദം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് യൂറോപ്യനാണ്, വെള്ളക്കാരനാണ് മനുഷ്യൻ. അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആരാണ് മനുഷ്യർ എന്ന് ചോദിച്ചാൽ സവർണ വരേണ്യ വിഭാഗമാണ് മനുഷ്യർ എന്നതാണ്. ദലിതുകളെ ആ മനുഷ്യഗണത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, ആദിവാസികളെ ആ മനുഷ്യഗണത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ, അതുപോലെ തന്നെ ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ മൈനോറിറ്റിയെ ആ മനുഷ്യ വിഭാഗത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും അപകടകരമായ പ്രശ്നമെന്ന് പറയുന്നത്. അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് രാജ്യദ്രോഹമായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് സിദ്ദീഖാപ്പൻ തുറുങ്കിലടക്കപ്പെട്ടത്? അത് സിദ്ദീഖാപ്പനായതുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാനായിക്കുളം കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് യഥാർത്ഥത്തിൽ പാനായിക്കുളത്ത് ആ സെമിനാർ നടക്കുന്ന അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊട്ടടുത്ത ദിവസം എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ അന്ന് പരിപാടി നടത്തിയത് അന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആയിരുന്നു. പോലീസ് സാന്നിധ്യത്തിലാണ് ആ പൊതുയോഗം നടത്തിയത്. ആളുകൾ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. കാരണം ആ രാജ്യത്ത് ആ ഒരു പ്രദേശത്ത്, പാനായിക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് നോട്ടീസ് അടിച്ച് ആളുകളോട് പരസ്യം ചെയ്ത ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെ കുറിച്ചുള്ള സെമിനാർ നടത്തിയതിൻ്റെ പേരിലാണ് ഒരുപാട് കാലം നമ്മുടെ പ്രിയപ്പെട്ട ഏതാനും സുഹൃത്തുക്കൾ തുറുങ്കിലടക്കപ്പെട്ടത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ദലിതുകൾ, അതുപോലെ തന്നെ ആദിവാസികൾ, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗത്തിൻ്റെ ചോദ്യങ്ങളെ എങ്ങനെയാണ് സ്റ്റേറ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് CAA, അതിൻ്റെ ഉദാഹരണമാണ് NRC, അതിൻ്റെ ഉദാഹരണമാണ് UAPA പോലുള്ള വളരെ ഭീകരമായ നിയമങ്ങൾ അതിൻ്റെ ഉദാഹരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും നല്ല സംഭവം നമ്മുടെ മുമ്പിൽ ഈ അടുത്തുണ്ടായതാണ്. നമുക്കറിയാം, ഗസയിൽ വംശഹത്യ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നിരായുധരായ സിവിലിയന്മാർക്ക് നേരെയാണ് ഗസയിൽ തീ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ചെയ്യുന്നത് യോദ്ധാക്കളോടല്ല, ഹമാസിനോടല്ല, നേരെ മറിച്ച് യുദ്ധം ചെയ്യുന്നത് ഹോസ്പിറ്റലുകളോടാണ്, യുദ്ധം ചെയ്യുന്നത് ആംബുലൻസുകളോടാണ്, യുദ്ധം ചെയ്യുന്നത് നിരപരാധരായ മനുഷ്യരോടാണ്, യുദ്ധം ചെയ്യുന്നത് കുട്ടികളോടാണ്. ഏറ്റവും അവസാനം ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള ഡോക്ടർമാരെ പറഞ്ഞുവിട്ട് എന്നിട്ട് അവിടെയുള്ള രോഗികളെ അവരുടെ കയ്യിലുള്ള നായകളെ അഴിച്ചുവിട്ട് കടിച്ചു കീറുന്ന ദാരുണമായ കാഴ്ച നാം ഇന്ന് ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയ്ക്കകത്ത് പ്രമേയം വരുന്നുണ്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രമേയം വരുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രമേയത്തോട് വീറ്റോ അധികാരം ഉപയോഗിച്ചു അമേരിക്ക. അഥവാ 15 രാജ്യങ്ങളിൽ 13 രാജ്യങ്ങളും പറഞ്ഞു യുദ്ധം നിർത്തണമെന്ന്. 15 രാജ്യങ്ങളിൽ 13 രാജ്യം യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു. UK പറഞ്ഞു ഞങ്ങൾ വിട്ടുനിൽക്കുകയാണെന്ന്. എന്നിട്ട് അമേരിക്ക എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യത്തിൻ്റെ വീറ്റോയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രമേയം മാറ്റി നിർത്തപ്പെടുന്നത്. ഇതാണ് യൂറോപ്പ്, ഇതാണ് പാശ്ചാത്യന്മാർ മുന്നോട്ട് വെക്കുന്ന ഡെമോക്രസി എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 13 അല്ല ജനാധിപത്യത്തിൽ വിലയുള്ളത്, മറിച്ച് അമേരിക്കക്കാരനാണ് വിലയുള്ളത്. ഈ അർത്ഥത്തിലുള്ള മേധാവിത്വത്തെയാണ്, അഥവാ 13 അവഗണിക്കപ്പെടുന്ന, നേരെ മറിച്ച് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വീറ്റോ അധികാരത്തെ പരിഗണിക്കപ്പെടുന്ന ഡെമോക്രസി ഉണ്ടല്ലോ, ആ മേധാവിത്വത്തെ നിലനിർത്തുന്ന ആ ഡെമോക്രസിയെയാണ് യഥാർത്ഥത്തിൽ ഡീകോൺക്വിസ്റ്റ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മേൽക്കോയ്മയെ നിരാകരിക്കുക എന്ന യുഗധർമ്മമാണ് യഥാർത്ഥത്തിൽ SIUവിൻ്റെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അക്കാഡമിക് വ്യവഹാരമല്ല, ഇത് വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നിലവിലുള്ള അധികാര ജ്ഞാനബന്ധങ്ങളെയും ചട്ടക്കൂടുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ്. ലോകത്ത് കൊളോണിയൽ ശക്തികളോട് ഏറ്റവും കൂടുതൽ ചെറുത്തു നിന്ന ജനവിഭാഗവും ആശയവും ഏത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുക ഇസ്ലാമിക സമൂഹത്തെയാണ്. നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന തുഫ എന്ന് പറയുന്നത് അതിൻ്റെ ഡോക്യുമെൻ്റാണ്. സാമൂതിരിയാണ് മുമ്പിൽ നിന്നത് എങ്കിലും
അതിൻ്റെ ചേതോവികാരം എന്ന് പറയുന്നത്, അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്, അതിൻ്റെ പിറകിൽ നിന്നതെന്ന് പറയുന്നത് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളാണ്. അഥവാ കൊളോണിയലിസത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ അർത്ഥത്തിലുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ പങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള കൊളോണിയൽ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ പാരമ്പര്യമുള്ള ഒരു ജനതയുടെ പ്രാതിനിധ്യം ഏറ്റെടുത്തുകൊണ്ടാണ് SIO ഈ കാലഘട്ടത്തിൽ എണീറ്റ് നിന്നുകൊണ്ട് മികവോടുകൂടി അതുപോലെ തന്നെ വൈജ്ഞാനികവും ആശയപരവുമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് റീകോൺക്വിസ്റ്റയെ ഡീകോൺക്വിസ്റ്റ എന്ന് പറയുന്ന ശക്തമായ ഒരാശയത്തിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും നല്ല ഉദാഹരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗസയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ലോകക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയാണ്, അല്ലെങ്കിൽ ആ ലോകക്രമത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഫലസ്തീനിൽ നമ്മൾ കാണുന്നത്. ഫലസ്തീൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫലസ്തീനിൽ നിന്ന് ഒരു ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇസ്രായേൽ മാത്രമാണ് എന്ന്. ഫലസ്തീനിൽ ഇസ്രായേലുണ്ട്, അമേരിക്കയുണ്ട്, മാത്രമല്ല ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഫലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് അവർക്കറിയാത്തത് കൊണ്ടല്ല. അപ്പോൾ നീതിക്ക്, ന്യായത്തിന്, അതുപോലെ തന്നെ മനുഷ്യാവകാശത്തിന് വംശീയതയുടെ വർണ്ണം നൽകുമ്പോൾ ആ അർത്ഥത്തിലുള്ള സഖ്യകക്ഷികൾ മറുഭാഗത്താണ് നിൽക്കുക. 20,000 ആളുകൾ വധിക്കപ്പെട്ട ഒരു വിഷയത്തിൽ, കൊച്ചു കുട്ടികൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ലോകത്ത് പരിഷ്കൃതരെന്ന് പറയുന്ന, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വളർന്നവർ എന്ന് പറയുന്ന, പുരോഗതി പ്രാപിച്ചവരെന്ന് പറയുന്ന ഒരു ജനവിഭാഗം അപ്പുറത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച കോളനി വാഴ്ചയ്ക്ക് ശേഷവും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ആ കൊളോണിയൽ പൊതുബോധത്തിൻ്റെ, വംശീയ പൊതുബോധത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ രൂപങ്ങളാണ് നമുക്കവിടെ ദർശിക്കാൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം സിവിലൈസ്ഡ് പീപ്പിൾ, അൺസിവിലൈസ്ഡ് പീപ്പിൾ, അങ്ങനെയാണല്ലോ വ്യവഹരിച്ചു പോരുന്നത്. അഥവാ സിവിലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത് അവരാണ്, അമേരിക്കയാണ്, ബ്രിട്ടനാണ്, ഫ്രാൻസാണ്. അൺസിവിലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഇത്തരത്തിലുള്ള മൂന്നാം ലോക രാജ്യങ്ങളാണ്, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനതയാണ് എന്ന കാഴ്ചപ്പാട് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫലസ്തീനിൽ വരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ പോലും ഡീകോൺക്വിസ്റ്റയുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യപ്പെടുകയും ചരിത്രപരമായതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പഠനവിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്നത് 2 സംസ്കാരങ്ങളുടെ ആഗോള പ്രകടനമാണ് ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൂഫാനുൽ അഖ്സയിൽ 2 സംസ്കാരങ്ങളുടെ ആഗോള പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, യൂറോ കേന്ദ്രീകൃതമായ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭീകരത എന്ത് എന്നുള്ള വളരെ കൃത്യമായ പ്രകടനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്രൂരതയുടേതാണ്, അത് വംശീയതയുടേതാണ്, അത് ഭീരുത്വത്തിൻ്റെതാണ്. അത്തരത്തിലുള്ള പൊള്ളത്തരം നിറഞ്ഞ ഒരു സംസ്കൃതിയെയാണ് യഥാർത്ഥത്തിൽ ഗസ ഇന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. രണ്ടാമത് മറ്റൊരു പ്രകടനം നടക്കുന്നത് ആദർശത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും അതുപോലെ തന്നെ ബന്ദികളോടുള്ള, മനുഷ്യരോടുള്ള മഹത്വം അത്തരം ഒരു യുദ്ധഭൂമിയിലും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കൃതിയുടെയും പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഗസയിൽ നടക്കുന്നത്. നാം ഡീകോൺക്വിസ്റ്റയെക്കുറിച്ചും റീകോൺക്വിസ്റ്റയെക്കുറിച്ചും പറയുമ്പോൾ റീകോൺക്വിസ്റ്റ് പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരവും ഡീകോൺക്വിസ്റ്റയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനത പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായ ആഗോള പ്രകടനമാണ് നാം ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ കണ്ടില്ലേ ബന്ദികളെ എങ്ങനെയാണ് പിടികൂടിയത് എന്ന്? നിങ്ങൾ കണ്ടില്ലേ ബന്ദികളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന്? നമ്മൾ കണ്ടില്ലേ അവരെ എങ്ങനെയാണ് വിട്ടയച്ചപ്പോൾ, പിടികൂടപ്പെട്ട പട്ടിയെ വരെ ഉപദ്രവിക്കാതെ ബന്ദികളോടൊപ്പം തിരിച്ചുവിടുന്ന ഗസയിലെ ഹമാസിൻ്റെ പോരാളികളെ നമ്മൾ കാണുന്നുണ്ട്. മറുഭാഗത്ത് അവർ പിടികൂടിയ ബന്ദികളോട് അവരെന്താണ് ചെയ്തത് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് യഥാർത്ഥത്തിൽ ഒന്ന് അഭിമാനത്തെയും മനുഷ്യ മഹത്വത്തെയും പാരമ്പര്യത്തെയും അതുപോലെ തന്നെ മനുഷ്യജീവനെയും തകർത്ത് രൂപപ്പെടുത്തപ്പെട്ട പാശ്ചാത്യൻ വംശീയ മേധാവിത്വത്തിനെതിരിൽ മനുഷ്യ മഹത്വത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള മനുഷ്യൻ്റെ അസ്തിത്വത്തെയും ഐഡൻറ്റിറ്റിയും അംഗീകരിക്കുന്ന മറുഭാഗത്തുള്ള ആദർശ അടിത്തറയിലുള്ള പ്രതിരോധത്തിൻ്റെ 2 വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ,
അതുകൊണ്ട് അറിവാണ് യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ ഇസ്ലാമിക ജ്ഞാനശാസ്ത്രത്തെ വികസിപ്പിച്ചുകൊണ്ട് സ്വയോവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനമാണ്. ഒന്ന്, നമ്മുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ ആശയ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളെ വെച്ചുകൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ മഹത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ശക്തമായ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നാം പൊതുസമൂഹത്തിൽ ഇസ്ലാമിക അടിത്തറയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക ഇടപെടൽ എന്ന് പറയുന്നത് ഒരിക്കലും ഇത് കേവലം ഒരു വൈജ്ഞാനികമായ അക്കാദമിക് വ്യവഹാരമല്ല, മറിച്ച് ഒരു മൂവ്മെൻ്റാണ് ഇടപെടൽ നടത്തുന്നത്. ആ മൂവ്മെൻ്റ് മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇടപെടൽ നടത്തുന്നത്. അത് മുന്നോട്ട് പോകാനാണ്, സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ്, ഒരു നവസമൂഹത്തെ നിർമ്മിച്ചെടുക്കാനാണ്. ആ നവസമൂഹം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏതോ അർത്ഥത്തിൽ രൂപപ്പെട്ടു വന്ന, എല്ലാ അർത്ഥത്തിൽ അധർമ്മവും അക്രമവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമമല്ല. നീതി പുലരുന്ന, മനുഷ്യ മഹത്വം പരിഗണിക്കപ്പെടുന്ന, വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുന്ന, നീതിക്ക് നിറവും അതുപോലെ തന്നെ വർണ്ണവും വംശവും നോക്കി വിലയിടുന്ന ഒരു സാമൂഹ്യ ക്രമമല്ല, മറിച്ച് നീതിയെ നീതിയായി കാണാൻ കഴിയുന്ന ഉജ്ജ്വലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SIO ഈ ഇടപെടൽ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന 3 ദിവസം ആ അർത്ഥത്തിൽ ഈ വൈജ്ഞാനികമായ സംവാദങ്ങൾ, ചർച്ചകൾ, ക്ലാസുകൾ, പഠനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വളരുന്ന തലമുറക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാം ഏതെങ്കിലും അർത്ഥത്തിൽ ബഹളം വെക്കുന്നതിനപ്പുറം ആഴങ്ങളിലിരുന്ന് ആദർശത്തിലൂന്നി നിന്ന് മുന്നിലേക്ക് നോക്കി അടുത്ത തലമുറക്ക് ഒരു പുതുലോകത്തെക്കുറിച്ചും ഒരു പുതിയ സമൂഹത്തെക്കുറിച്ചും നല്ല സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തെ ആശയപരമായി വൈജ്ഞാനികമായി മുന്നോട്ട് നയിക്കാനുള്ളൊരു ശ്രമമാണിത്. തീർച്ചയായിട്ടും വളരെ റെലവൻ്റായ ഈ കാലഘട്ടത്തിൽ SIOവിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെക്കേണ്ടുന്ന ഈ അർത്ഥത്തിലുള്ള വൈജ്ഞാനികമായ സംവാദത്തിന് എല്ലാ അർത്ഥത്തിലും ഉള്ള ഭാവുകകൾ നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅ്ലമൂന വല്ലദീന ലാ യഅ്ലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅ്ലമൂന വല്ലദീന ലാ യഅ്ലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ, ഒരു നവസമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ തീർച്ചയായിട്ടും SIOവിൻ്റെ ഈ എളിയ ശ്രമം സുപ്രധാനമായൊരു നായികക്കല്ലായി മാറും എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി എല്ലാ ആശംസകളും നേരുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.